നമസ്കാരം. ഇന്ന് KSRTCയെ പറ്റി ബാക്കിയുള്ള ആ ചരിത്രം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പൊതുഗതാഗതം ആരംഭിച്ചതോടെ സർക്കാർ ബസ്സുകൾ റോഡിലെ രാജാക്കന്മാരായി. ആദ്യകാലത്തെ മിക്ക ബസ്സുകളുടെയും എഞ്ചിൻ്റെ ഒരു ഭാഗം മുന്നിലേക്ക് തള്ളി നിന്നിരുന്നു. റേഡിയേറ്ററും അനുബന്ധ ഉപകരണങ്ങളുമായിരുന്നു ഇത്. ഈ രൂപം കാരണം ആളുകൾ ഇത്തരം ബസ്സുകളെ മുറിമൂക്കൻ എന്ന് വിളിച്ചു. ലൈലാൻഡ്, ഫോർഡ്, കോമർ, ഫർഗോ തുടങ്ങിയ കമ്പനികളുടെ എഞ്ചിനായിരുന്നു ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. കപ്പൽ മാർഗം ഇവ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നുമായിരുന്നു ഇവിടെ എത്തിച്ചിരുന്നത്. വാഹനത്തിന് വേണ്ട മുഴുവൻ സാധനങ്ങളും ബ്രിട്ടൻ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചിരുന്നത് ഇന്ത്യയിൽ ഇതിനാവശ്യമായ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, ഇന്ത്യയുടെ പണം ബ്രിട്ടനിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അങ്ങനെ ചെയ്തത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായി. പല നിയമങ്ങളും പൊളിച്ചെഴുതപ്പെട്ടു. അതിൻ്റെ ഭാഗമായാണ് 1950 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്നത്. അതോടെ സംസ്ഥാനങ്ങളിൽ റോഡ് ഗതാഗത സംവിധാനങ്ങൾ കോർപ്പറേഷനുകൾക്ക് കീഴിലേക്ക് മാറ്റി. ഇന്ത്യയിൽ റോഡ് മാർഗമുള്ള പൊതുഗതാഗത സംവിധാനം ആരംഭിച്ചത് കേരളത്തിലാണെങ്കിലും 1950 നിയമം വന്ന് 15 വർഷം കഴിഞ്ഞാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന KSRTC നിലവിൽ വന്നത്. 1965 മാർച്ച് 15 ഔദ്യോഗിക പ്രഖ്യാപനം. അന്നുവരെ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പായിരുന്നു റോഡ് പൊതുഗതാഗതം. അങ്ങനെ സ്വയംഭരണാവകാശമുള്ള കോർപ്പറേഷൻ്റെ കീഴിലായി ആ കാലത്ത് 661 ബസ് റൂട്ടുകളും 36 ലോറി സർവീസുകളും പൊതുഗതാഗത ഭാഗത്തിലുണ്ടായിരുന്നു. ആ 901 ബസ്സുകളും 51 ലോറികളും 29 ഇതര വാഹനങ്ങളും ഇതെല്ലാം കോർപ്പറേഷൻ്റെ സ്വന്തമായി മാറി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകൾ പ്രൈവറ്റ് ബസ്സുകൾ കീഴടക്കി വച്ചിരുന്ന കാലത്താണ് KSRTC രൂപം കൊണ്ടത്. 3500ഓളം പ്രൈവറ്റ് ബസ്സുകൾ അക്കാലത്ത് സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് 901 ബസ്സുകളുമായി KSRTC സർവീസ് ആരംഭിച്ചത്. അതാണ് ഇന്ന് KSRTC ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി ധാരാളം ബസ്സുകളും ധാരാളം സർവീസുകളുമുള്ള ഒരു സമാന്തര സ്ഥാപനമായി വളർന്നു വന്നത്. ജനങ്ങളുടെ സ്വന്തം ബസ്സാണ് KSRTC. കേരളത്തിൽ ഏത് സ്ഥലങ്ങളിലും അത് ചെല്ലുന്നുണ്ട്. അവിടെ ആളുകൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. KSRTC ബസ്സുകൾക്ക് പേര് ഇല്ല. സ്വന്തമായി പേരില്ലാത്ത ബസ്സുകൾക്ക് നമ്പറാണുള്ളത്. ആ നമ്പറുകൾ തിരിച്ചറിയാൻ 3 അക്ക ഇംഗ്ലീഷ് അക്ഷരങ്ങളും 3 അക്ക 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളുമാണ് അതിനോട് ചേർക്കുന്നത്. ഈ 3 അക്ഷരം ട്രാൻസ്പോർട്ട് എന്ന വാക്കിലെ 2 അക്ഷരവും ഏത് ഡിപ്പോയിലാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ളത് 3ാമത്തെ അക്ഷരവുമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ KSRTCയെ നമുക്ക് ഓരോ ബസ്സും അവിടെ സ്റ്റേഷനിൽ വിളിച്ചു പറയുമ്പോൾ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയും. അതുപോലെ തന്നെ KSRTC ഇല്ലാത്ത പ്രദേശം എങ്ങുമില്ല. എല്ലാ സ്ഥലത്തും KSRTC ഉണ്ട്. അതുപോലെ പല സ്പെഷ്യൽ സർവീസുകൾ, ശബരിമല പമ്പ സ്പെഷ്യൽ, മലയാറ്റൂർ പള്ളി സ്പെഷ്യൽ, ശിവരാത്രി സ്പെഷ്യൽ, ചാലക്കുടി ഡിപ്പോയിൽ നിന്നും മറ്റും ബസ്സുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് സ്പെഷ്യൽ സർവീസ്, ആറ്റുകാൽ പൊങ്കാല, കാഞ്ഞിരമറ്റം ഉറൂസ്, ഇങ്ങനെ ആയില്യം, മണ്ണാറശാല ആയില്യം, പരിമല പള്ളിപ്പെരുന്നാൾ, ചക്കുളത്തുകാവ് പൊങ്കാല, അതിരുമ്പുഴ പള്ളിപ്പെരുന്നാൾ, മണർകാട് പള്ളിപ്പെരുന്നാൾ, കുറുവിലങ്ങാട് പള്ളിപ്പെരുന്നാൾ, പഴശ്ശിനിക്കട ഉത്സവം, ശിവഗിരി തീർത്ഥാടനം, ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക്, അതുകൂടാതെ വിവാഹം, യാത്രകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെ വണ്ടികൾ സൗജന്യമായി ചെറിയ ചിലവിൽ കൊടുക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് KSRTCയെ പറ്റി നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. നന്ദി, നമസ്കാരം.